കോഴിക്കോട് തടമ്പാട്ട് താഴത്തെ ഇരട്ടക്കൊലക്കേസ് പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. വയോധികരായ സഹോദരിമാരുടെ മരണത്തിൽ ഊർജിത അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. പ്രതിയെന്ന് സംശയിക്കുന്ന സഹോദരൻ പ്രമോദിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് സഹോദരിമാരെ കൊല ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ട് മണിക്കൂർ 48 പിന്നിട്ടു. എന്നാൽ പ്രതികളെ കണ്ടെത്താൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. സമീപ ജില്ലകളിലേക്കടക്കം അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. പ്രമോദ് തന്നെയാണോ ഈ കൊലപാതകം നടത്തിയത് എന്നും മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുമാണ് ഇനി ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ. സഹോദരിമാരായ ശ്രീജയുടെയും പുഷ്പലതയുടെയും മരണം കഴുത്തുഞെരിച്ചുള്ള കൊലപാതകമാണെന്ന് തെളിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാനാകാതെ കുഴങ്ങുകയാണ് പോലീസ്. കൊലയ്ക്ക് പിന്നിൽ ഇവരുടെ സഹോദരൻ പ്രമോദായിരിക്കാമെന്ന് പോലീസ് കരുതുമ്പോഴും ഒറ്റയ്ക്കൊരാൾക്ക് കൃത്യം ചെയ്യാനാകുമോ എന്ന സംശയമാണ് ബാക്കിയാകുന്നത്. ചേവായൂർ പോലീസ് പുറപ്പെടുവിച്ച ലുക്കൌട്ട് നോട്ടീസിൽ പ്രതിയായ പ്രമോദിനെ കാണാനില്ലെന്നും കണ്ടുകിട്ടുന്നവർ അറിയിക്കണമെന്നുമാണ് ആവശ്യപ്പെടുന്നത്. പ്രമോദിന്റെ അവസാന ടവർ ലൊക്കേഷൻ ഫറോക്കിലാണ് കാണുന്നത്. പ്രദേശം കേന്ദ്രീകരിച്ച് ഇന്നലെ തന്നെ പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു. തിരൂരിൽ പ്രമോദിനെ കണ്ടതായി ചിലർ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട 24 മണിക്കൂറിന് ശേഷവും കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഴുവൻ ദുരൂഹതയും നീക്കാൻ പോലീസിനായിട്ടില്ല. ഇന്നലെ പുലർച്ചെയോടെയാണ് സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരിമാരിൽ ഒരാൾ മരിച്ചുവെന്ന് ഇവർക്കൊപ്പം താമസിച്ചിരുന്ന സഹോദരനായ പ്രമോദാണ് ബന്ധുക്കളെ വിവരമറിയിച്ചത്. തുടർന്ന് രാവിലെ ഇവർ താമസിക്കുന്ന വീട്ടിലെത്തിയ ബന്ധുക്കൾ വീട്ടിലെ 2 മുറികളിലായി സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരിച്ച 2 പേരും കാണാതായ സഹോദരൻ പ്രമോദും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരാണെന്നും അയൽവാസികൾ പറയുന്നു. 3 പേരും വിവാഹിതരുമല്ല. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശ്രീജയയുടെ പെൻഷനും ചെറിയ ജോലികൾക്ക് പോയി പ്രമോദിന് കിട്ടുന്ന തുകയും കൊണ്ടാണ് ജീവിതം മുന്നോട്ടു പോയിരുന്നത്. 3 വർഷത്തിലേറെയായി ഇതേ വീട്ടിൽ താമസിക്കുന്ന 3 പേരും അയൽക്കാരുമായി നല്ല സൗഹൃദത്തിലുമായിരുന്നു. മരിച്ച നിലയിൽ കണ്ടെത്തിയ വാടക വീട്ടിൽ ഇന്നും പോലീസിന്റെ വിവിധ സംഘങ്ങൾ പരിശോധന നടത്തി. റിപ്പോർട്ടർ, കോഴിക്കോട്.